മമ്മൂട്ടി മരണപ്പെടുക. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുള്ളത്. മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവർ നശിച്ച് നാരായണക്കരെടുക്കുക. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ ഒരു തംബ്നെയിൽ ഇട്ടതിൽ ക്ഷമിക്കണം. പക്ഷേ ആ ഒരു തംബ്നെയിലിൽ ആ പറഞ്ഞിട്ടുള്ള വാചകം ഒരു പബ്ലിക് റെസ്പോൺസായി കൊടുക്കുന്ന ഒരു ചാനലിനോട് പറഞ്ഞിട്ടുള്ളൊരു മറുപടിയാണ്. നിങ്ങൾ ഈ വീഡിയോ എത്ര പേര് ഈ ഒരു വിഷയം അറിഞ്ഞോ എന്നറിയില്ല. അതായത് ചീത്തപ്പൊളി വിത്ത് റോ കണ്ടൻറ്റ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നിട്ടുള്ള ഒരു പുതിയ ചാനൽ കേട്ടോ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിലുണ്ട്. ഈ ഒരു ചാനലിൽ വന്നിട്ടുള്ള ഒരു പബ്ലിക് റെസ്പോൺസൊക്കെ എടുക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഒരു പബ്ലിക് റെസ്പോൺസ് വീഡിയോ എടുത്ത സമയത്ത് 2023 അപേക്ഷിച്ച് 2024 കേരളത്തിൽ വരേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മുന്നേ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പല ആൾക്കാരോടും എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത് 2023 എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാ ആൾക്കാരും ഭരണമാറ്റവും ഇന്നിപ്പുറത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി ഈ മനുഷ്യനെയൊക്കെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ ഈ വീഡിയോ കാണാത്തവർക്ക് ജസ്റ്റ് ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. വരും എന്നുള്ളൊരു കേരളത്തിൽ വരേണ്ട അനിവാര്യമായ മാറ്റം: പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക, മമ്മൂട്ടി മരണപ്പെടുക. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുള്ളത്. മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവർ നശിച്ച് നാരായണക്കരെടുക്കുക. മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന്. അല്ല, അവര് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, പക്ഷെ ഇവരെ നമുക്ക് അടിച്ചമർത്തുന്നോണ്ട് എന്താണ് എല്ലാരും ഉയരങ്ങളിലേക്ക് പോട്ടെ എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയല്ല, മനുഷ്യരല്ലേ. ഇല്ല, അഹങ്കാരിയാണ് മമ്മൂട്ടി. നമ്മ അഹങ്കാരം ഒരിക്കലും വെച്ചുറപ്പിക്കില്ല. അല്ല, കേരളത്തില് നമ്മൾ മൊത്തത്തിൽ ജനാധിപത്യം നമ്മ നോക്കല്ല. നമ്മുടെ ന്യായപരമായിട്ടുള്ള ഇതാണ്. മോഹൻലാൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അതാണ് ഇത് ഉറപ്പായിട്ടും കേട്ടോ. കേരളത്തിലിപ്പോ ശരിക്കും വരണ്ടെന്ന് പറഞ്ഞാൽ കണ്ടോ എന്താ ഇവനൊക്കെ. സീരിയസ് ആയിട്ട് ഇവനെ ഫാൻ എന്ന് പറയാൻ എനിക്ക് ഒരു താല്പര്യമില്ല കേട്ടോ. ഇപ്പോൾ ലാലേട്ടൻ ഫാൻ എന്നുള്ള കണ്ടീഷനിലാണ് എല്ലാവരും ഇതിൽ സംസാരിക്കുന്നത്. പക്ഷേ ഇവൻ ലാലേട്ടൻ ഫാനിൻ്റെ ഗണത്തിൽ പോലും പെടില്ല. നിങ്ങൾക്ക് ഓരോരുത്തരോടും ഇഷ്ടവും ആരാധനയും പരിപാടിയൊക്കെ ആവാം, അന്ധമാവാം. അന്ധമായിട്ടൊരാൾ അന്ധം എന്ന് പറയുന്നത് മറ്റേ അന്ധട്ടോ, അല്ല, അന്ധമായിട്ട് ഒരാൾക്കാർ നമുക്ക് പല നടന്മാരെ സൂപ്പർ സ്റ്റാർസിനെയൊക്കെ എന്താ പറയുക, സൂപ്പർ സ്റ്റാർസിനെയൊക്കെ നമുക്ക് ആരാധിക്കാം. പക്ഷെ ഇത് ആരാധന എന്നല്ല. ഇത് പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ കണ്ടു ഇവൻ്റെ രാഷ്ട്രീയത്തിന്. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് ഇവൻ BJP ആണ്, ഇവൻ മറ്റതാണ്, അതുകൊണ്ടാണ് മമ്മൂക്കതായതുകൊണ്ടാണ്, ഈ ഒരു രീതിയിൽ ഡയലോഗ് ഉണ്ട്. പക്ഷെ എന്നാലും ആലോചിക്കുക, ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരാൾ നന്നാവണം എന്ന് ആഗ്രഹം, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പക്ഷേ വേറൊരാൾ മരണപ്പെടണം, അയാളുടെ മകനും മരണപ്പെടണം എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. എനിക്കെന്താ വെച്ചാൽ എനിക്കിത് കേട്ട സമയത്ത് ഇവനെവിടെ ഉണ്ടെങ്കിലും ചേപ്പക്കുറ്റി അടിച്ച് പൊളിക്കാൻ തോന്നുന്നത്. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ശരിക്ക് ഇതുപോലത്തുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഫേമസ് ആക്കരുതെന്ന് പറയും. പക്ഷേ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ബാക്കിയുള്ളവരും കൂടി അറിയണം. ഇതൊരു സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തുടങ്ങി വയ്ക്കുന്ന സമയത്ത് ഒരു ഫാൻ ഫൈറ്റ്, അതിൻ്റെ അടിയിൽ കുറേ ഫാൻസിൻ്റെ തെറിവിളികളും. ഇപ്പം ഞാൻ തന്നെ 2-3 വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു 2-3 വീഡിയോസ് നെഗറ്റീവായിട്ട് മോഹൻലാലിനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഞാൻ ആരും എന്ന് വെച്ചാൽ മമ്മൂക്കാനെ വെറുപ്പൊന്നുമില്ല, ഇക്ക ഫാനും അല്ല, ഒന്നുമല്ല. മമ്മൂക്കാനെയും മോഹൻലാലിനെ ഇഷ്ടമാണ്. പക്ഷേ ലാലേട്ടനെയാണ് ഒന്നും കൂടി കൂടുതൽ ഇഷ്ടം കേട്ടോ. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് നല്ല വീഡിയോസ് ലാലേട്ടൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിലും മമ്മൂക്കാൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ വീഡിയോസിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങളിപ്പോൾ ഈ ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഓടിയത് നെഗറ്റീവ് പറഞ്ഞ വീഡിയോസാണ്. അതുകൊണ്ടാണ് ആ വീഡിയോസ് പുറത്തേക്കെടുത്ത് കാണുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ നമ്മളൊക്കെ അങ്ങനെ പറയുന്ന സമയത്തും അവർ വിമർശിക്കുക എന്നല്ലാണ്ട് ഒരാളുടെ മരണമൊന്നും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ എസ്പെഷ്യലി ഇത് നടന്നിരിക്കുന്നത് മമ്മൂക്കാൻ്റെയും മോഹൻലാലിൻ്റെയും കേസ്, ലാലേട്ടൻ്റെയും കേസിലാണ്. ഓക്കെ, ലാലേട്ടൻ്റെ മമ്മൂക്കാൻ്റെ വീഡിയോസൊക്കെ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളോ പോസിറ്റീവ് കാര്യങ്ങളോ പറയുന്ന സമയത്ത് ഏതൊരു ക്രിയേറ്ററിൻ്റെയും കമൻറ്റ് ബോക്സിൽ ഈ ഫാൻ ഫൈറ്റ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷേ ഈ ഒരു ചങ്ങാതി ഇവൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിയിൽ മമ്മൂക്കി മകനും, അതായത് ദുൽഖറും മമ്മൂക്കി മരിക്കണം, എന്നിട്ട് മോഹൻലാലും പ്രണവ് മോഹൻലാലും കൂടി എന്തൊക്കെയാണ് എനിക്ക് പറയാൻ പോലും തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, അത് ഈ ഒരു ഇതും കൂടി കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഈ ഒരു കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ പിന്നെ ഒരിക്കലും അവിടെ ഒരു ഫാൻ ഫൈറ്റ് കാണുന്നില്ല. കാരണം വെച്ചാൽ എല്ലാവരും ഈ ഒരൊറ്റ ചങ്ങാതി ഈ തെണ്ടി പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്ത് പറയുന്നുള്ളൂ. കാരണം അവിടെ ഒരു ഇത് പറയുന്നത് കാണുന്നില്ല. എന്തോ മഹാഭാഗ്യം, അറ്റ്ലീസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കെങ്കിലും താഴെ വിവരമുണ്ടെന്നുള്ളത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ കണ്ണൂർ സ്ക്വാഡ് കണ്ടു കഴിഞ്ഞ സമയത്ത്, കണ്ണൂർ സ്ക്വാഡാണ് മമ്മൂക്കാൻ്റെ മൂവി. ഇപ്പോൾ ലാസ്റ്റല്ല എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന്
വന്നൊരു കാര്യം കേട്ടോ. കണ്ണൂർ സ്ക്വാഡ് കണ്ട സമയത്ത് ഞാൻ ഒറ്റയടിക്ക് ചിന്തിച്ചൊരു കാര്യമുണ്ട്. കാരണം മമ്മൂക്ക അത്ര ചെറുപ്പമായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. ഈശ്വര, മമ്മൂക്കൊന്നും ഇല്ലാത്ത ഒരു മലയാള സിനിമ അല്ലെങ്കിൽ മമ്മൂക്കൊന്നും ഇല്ലാത്തൊരു സിനിമാ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സീരിയസ്ലി ആലോചിക്കാൻ വയ്യ എന്ന് ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞാൽ ഇതേ സിറ്റുവേഷനാണ് ലാലേട്ടൻ്റെ ആണെന്നുണ്ടെങ്കിലും ഏത് മഹാനടൻ്റെ കേസാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ലാലേട്ടൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മമ്മൂക്കാനെ പറ്റി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ മമ്മൂക്കയുടെ കേസ് പറയുന്നത്. മമ്മൂക്കൊന്നും ഇല്ലാത്ത നിങ്ങൾ ഓരോ മനുഷ്യർക്കും അതായത് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ മലയാള സിനിമ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒറ്റയടിക്ക് വരുന്ന 2 പേരാണ്. ഒന്ന് മമ്മൂക്കയും ലാലേട്ടനും. അതിൽ ഒരാൾ കൂടുതലോ ഒരാൾ കുറവോ ഒന്നുമില്ല. കാരണം അതങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഈ ഇതുണ്ടാക്കുന്നത് ഫാൻസ് തന്നെയാണ്. ഞാനും അതേപോലെ തന്നെ വീഡിയോസ് പല സമയത്തും കമ്പയർ ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കമ്പയർ ചെയ്യാൻ പറ്റാത്ത തന്നെയാണ് ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ടോപ്പിക് വെച്ചിട്ട് ഞാനിത് പറയണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ്. പക്ഷേ ഇവരില്ലാത്തൊരു സിനിമ അല്ലെങ്കിൽ മമ്മൂക്കൊന്നും ഇല്ലാത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ തന്നെ എക്സ്ട്രീംലി സോറി പറയാൻ തന്നെ മടി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസികമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള ചിന്തകളൊക്കെ ഓരോരുത്തർ വെച്ച് നടക്കുക, പിന്നെ അതൊക്കെ മൈക്കിലൂടെ വിളിച്ച് പറയുക എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. ഇപ്പോൾ ഈ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ ചങ്ങായി ഉണ്ടല്ലോ, ഇപ്പോൾ ഈ സന്തോഷ് വർക്കി ഇതേപോലെയുള്ള പല സ്റ്റേറ്റ്മെൻറ്റ്സും ഡെയിലി ഇരുന്നിട്ട് പല സിനിമാക്കാരെക്കുറിച്ചും ഡെയിലി ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഫീമെയിൽ ആക്ട്രസ് ആണെങ്കിൽ അയാൾക്ക് ക്രഷ് തോന്നുക, ലാലേട്ടൻ്റെ അഭിനയം ശരിയില്ല, മറ്റാൾ ശരിയില്ല, മമ്മൂക്ക ശരിയില്ല, അത് ശരിയില്ല, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ അയാൾ അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും കുറച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ ലോജിക്കുള്ള രീതിയിലാണ്. പക്ഷേ ഇതുപോലെ ഇത് അയാളായിട്ട് കമ്പയർ ചെയ്യരുത്. ഇനിയിപ്പോൾ ഇവൻ ഇനി വൈറലാവാൻ വേണ്ടിയിട്ട് സംസാരിച്ചതാണോ? എനിക്ക് തോന്നുന്നില്ല വൈറലാവാൻ വേണ്ടി സംസാരിച്ചതെന്നുള്ളത്. എൻ്റെ അത്രയും മനസ്സ് കല്ല് എന്നും പറഞ്ഞാൽ പോലെ അല്ലേ. ഒരാളുടെ മരണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ പരിചയത്തിൽ ഞാൻ ഇതുവരെ ലൈഫിൽ അവൻ ചത്തുപോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലൊരു മനുഷ്യനെ നമ്മുടെ ലോകത്ത് ക്യാമറയിൽ കൂടി കാണാൻ പറ്റാറുണ്ടെങ്കിൽ വല്ലാത്തൊരു സീരിയസ്ലി വിഷമം തോന്നിപ്പോയി. ഫാൻസുകാരെ കൈ കിട്ടാതെ നോക്കിക്കോട്ടെ. ഇവൻ എവിടെയാണ് എന്താണെന്നുള്ളതൊന്നും അറിയില്ല. എനിക്കൊന്നും തൃശ്ശൂർ ഭാഷയെ തോന്നുന്നില്ലേ, തൃശ്ശൂർ അങ്കമാലി ആ ഭാഗത്തെ ഭാഷയെ തോന്നുന്നുണ്ട്. ഏത് തിയേറ്ററാണ് എന്താണ് സംഭവം എന്നറിയില്ല. ഇതിനിടയ്ക്ക് ഇവന് വല്ലതും കിട്ടിയോ എന്നുള്ളത് അറിയില്ല. ഞാൻ ഫേസ്ബുക്കിലൊക്കെ അവിടെയും ഇവിടെ ഇമേജ് സെർച്ചും കാര്യങ്ങളൊക്കെ വെച്ച് തിരഞ്ഞു നോക്കിയത് ആരാണ് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടും ചെയ്തില്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. വല്ലാത്തൊരു ഒരു മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്ര തന്നെയുള്ള വീഡിയോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ വീഡിയോയ്ക്ക് സ്വാഭാവികമായിട്ട് വരാൻ പോകുന്ന കമൻറ്റ്സ് എനിക്ക് അറിയാം. കാരണം വെച്ചാൽ ഞാൻ ലാലേട്ടനെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോസ് കുറ്റം പറഞ്ഞിട്ടല്ല കേട്ടോ, നല്ല പറഞ്ഞിട്ടും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കുറ്റം പറഞ്ഞിട്ട് 2-3 വീഡിയോസ് അത്യാവശ്യം വൈറലായിട്ടുണ്ട്. ഏകദേശം ഒരു 8-9 ഒരു 92 ഏകദേശം ഒരു 70-75 ലക്ഷം ആൾക്കാർ 80 ലക്ഷം ആൾക്കാരൊക്കെ കണ്ട വീഡിയോസ് ഉണ്ട്. ആ വീഡിയോയിൽ ഞാൻ ലാലേട്ടൻ 1-2 കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. വെച്ചിട്ട് നമ്മുടെ ആരുടെയും ഇപ്പോൾ മമ്മൂക്കാൻ്റെ ഒന്നും സ്പെഷ്യൽ ഫാൻ ബോയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടല്ല. ഞാൻ ഈ ഏതെങ്കിലും അവസരത്തിൽ പറയണമെന്നേ ഉള്ളൂ വിചാരിച്ചിരുന്നു, ജസ്റ്റ് ഈ അവസരത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മളൊന്നും ഇത്രയും അധപ്പതിച്ച രീതിയിൽ ഒരിക്കലും ഒരാളെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.